ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് മീഷോയിലെ ഈ സാരി വെച്ചിട്ട് ചെയ്തിട്ടുള്ള രണ്ട് കുർത്തികളാണ് കേട്ടോ. ഇപ്പോൾ രണ്ട് മോഡലും അംബ്രല്ല മോഡലാണ് ചെയ്തിട്ടുള്ളത്. 42 ഇഞ്ച് വണ്ണവും 44 ഇഞ്ച് ഇറക്കവുമാണ് കേട്ടോ രണ്ട് കുർത്തിക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫാബ്രിക് ചന്തേരി കോട്ടൺ ഫാബ്രിക്കാണ്. നന്നായി ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കുർത്തി ചെയ്യുമ്പോൾ വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. പിന്നെ ബാക്കിൽ ഇതുപോലൊരു ടൈയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 3/4 ആയിട്ടാണ് ഈ ഒരു കുർത്തിയുടെ സ്ലീവ് ചെയ്തിട്ടുള്ളത്. പിന്നെ യോക്ക് പോർഷൻ ചെയ്ത ശേഷം ഫ്രണ്ട് പോർഷനിൽ ഒരു പടി പോലെ വെച്ച ശേഷം 3 ഫാബ്രിക് ബട്ടൺ കൂടി വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ലൈനിങ് വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയൽസിന് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ കൊടുക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലെയറിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത്. ഈ ഒരു സാരിക്ക് ഇതുപോലൊരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ അത് മുകളിലേക്ക് ഫ്ലവർ നിൽക്കുന്ന രീതിയിൽ ആണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബോട്ടം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണുള്ളത്. കണ്ടോ, ഈ രീതിയിലാണ് വളരെ ചെറുതാക്കി ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഇതുപോലെ ഡമ്മിയിലിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഇതിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ആ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് സാരിയാണെന്നൊന്നും പറയത്തേ ഇല്ല കേട്ടോ, വളരെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഉള്ളിൽ ക്രേപ്പ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇടാനും നല്ല കംഫർട്ടബിളുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത്. അടുത്ത സാരി ഇതുപോലൊരു ബ്ലാക്ക് കളറാണ്. ഷിഫോൺ മെറ്റീരിയലാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് ഒരു സ്ട്രൈപ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ യോക്ക് പോർഷനിൽ ഹൊറിസോണ്ടലായിട്ടും താഴെ സ്കേർട്ട് പോർഷനിൽ വെർട്ടിക്കലായിട്ടുമാണ് ഈ ഒരു സ്ട്രൈപ്സ് വരുന്ന രീതിയിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ 3 ബട്ടണാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പടി വെക്കാതെ വെറുതെ ബട്ടണായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ബോട്ടം പോർഷനിൽ പീക്കോ സ്റ്റിച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ പീക്കോ സ്റ്റിച്ച് കൂടി വന്നപ്പോൾ നല്ല ഭംഗിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലെയറായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുർത്തിക്കും ലൈനിങ് കൊടുത്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ്. കൂടാതെ 2 സാരി കൂടി നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ അത് വെച്ച് കുർത്തി തച്ച് കഴിയുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ മീഷോയിൽ നിന്ന് മേടിച്ച 2 പ്രോഡക്റ്റ് കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഇത് ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും അതുപോലെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാബ്രിക്ക് ഞാനും കുറേ തപ്പിയതാണ്. അതിന് ശേഷമാണ് കേട്ടോ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ ഞാനിതുപോലെ മേടിച്ചെടുത്തു. അപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാനിതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെയും ഈ ഒരു സാരിയുടെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീഷോയിൽ നിന്നും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്കും അതുപോലെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്കും ഒരുപോലെ യൂസ്ഫുള്ളാണ് ഈ ഒരു ഫാബ്രിക്ക്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്തും വിഡ്ത്തും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിന് വലിപ്പത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് വെറുതെ അലമാരയിൽ മടക്കി വെക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽസ് ഇളകിപ്പോകുമെന്നൊക്കെ ചിലർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഇത് ഇളകിപ്പോകുന്നുമില്ല കേട്ടോ. ഇത് തിരിച്ചാണ് ഞാൻ മടക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇത് മേടിച്ച ശേഷം ഞാൻ ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സാരി കവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 12 എണ്ണം വരുന്നൊരു പാക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് സാരിയും അതുപോലെ കുർത്തീസും ഒക്കെ നമുക്ക് സെറ്റായിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഇത് വളരെ നല്ലതാണ് കേട്ടോ, വളരെ യൂസ്ഫുള്ളുമാണ്. അപ്പോൾ നമുക്ക് ഷെൽഫിലെല്ലാം തന്നെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കവറിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്യാം. അപ്പോൾ അടുത്തത് ഈ 2 സാരികളാണ് കേട്ടോ. അപ്പോൾ ഈ 2 സാരികളും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇതുപോലെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ചന്തേരി കോട്ടൺ ആണ്. ഫസ്റ്റ് കാണിച്ച കുർത്തി ഇതിൻ്റെ ആഷ് കളറാണ് കേട്ടോ. ഇത് ഗ്രേപ്പ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും ഈ ഒരു അംബ്രല്ല ടൈപ്പ് തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തത് ഈ സാരിയാണ്. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇത് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത്. ലൈറ്റ് പിങ്കാണ് വരുന്നത്. ഇതിന് ബോഡി ഒരുപോലെ ഉള്ള കളറാണ്. മുന്താണി മാത്രമാണ് ഇതുപോലെ ടെസൽസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ സാരിയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്